നമസ്കാരം, ഞാൻ രശ്മി. ഇപ്പോൾ നോമ്പുകാലാണ്. റംസാൻ ആഘോഷം ഞാൻ മധുരത്തിൽ തന്നെ തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു കോക്കനട്ട് ബോൾ ആണ്. കോക്കനട്ട് ലഡു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് ഡിഷാണിത്. എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തൊക്കെ മുസ്ലിം വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നോമ്പുകാലാവുന്ന സമയത്ത് ആ വീടുകളിൽ നിന്നും പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തരും. ആമിനത്താത്തയുടെ പലഹാരത്തിൻ്റെ രുചിയൊക്കെ ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. അതുപോലെ തന്നെ വിഷുവോ ഓണോ ഒക്കെ ആവുന്ന സമയത്ത് അങ്ങോട്ടും കൊണ്ടു കൊടുക്കും. ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളൊന്നുമില്ലാത്ത ഒരു സ്നേഹബന്ധമായിരുന്നു അത്. ഈ സ്നേഹം കൊടുക്കുമ്പോഴും കിട്ടുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത ഒന്നാണ്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ട്, ഡോക്ടർ എസ് നസീമ ബീവി. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൻ്റെ ഹെഡായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധമായിരുന്നു ഞങ്ങളുടേത്. മാഡം ഇപ്പോൾ റിട്ടയറായി. ഞങ്ങളിപ്പോൾ വല്ലപ്പോഴേ വിളിക്കാറുള്ളൂ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, വിളിച്ച് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും എൻ്റെ റംസാൻ ആശംസകൾ. അപ്പോൾ നമുക്ക് റംസാൻ സ്പെഷ്യൽ കോക്കനട്ട് ബോൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബോൾ അല്ലെങ്കിൽ കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തേങ്ങ 2 കപ്പ്, നല്ല മൂത്ത തേങ്ങ വേണം എടുക്കാനായിട്ട്, ഇളയ തേങ്ങ എടുക്കരുത്. ശർക്കര 1.5 കപ്പ്. തേങ്ങ എടുത്ത അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് കുറച്ച് മതി, പ്ലേറ്റിലൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി. പിന്നെ ഇത് ഏലക്ക, 4 ഏലക്ക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നല്ല ടേസ്റ്റുള്ള കോക്കനട്ട് ലഡു അല്ലെങ്കിൽ കോക്കനട്ട് ബോൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കോക്കനട്ട് ലഡു ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. ശർക്കര ശരിക്കും പൊടിച്ച ശർക്കരയാണ്. പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉരുക്കാനും പറ്റും, പിന്നെ അളവ് പറയാനും പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുകി വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കട്ടകളൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. പൊട്ടിച്ചിട്ടാൽ അതാ പെട്ടെന്ന് ഉരുകി കിട്ടും. തീ ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ശർക്കര തിളയ്ക്കുന്നുണ്ട്, കുറച്ച് സമയം ഒന്ന് തിളക്കട്ടെ. ശർക്കര തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവി ചെയ്തിട്ട് കൊടുക്കാം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വറ്റി വരണം. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നൊന്നും വേണ്ട. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. പിന്നെ തേങ്ങ ചിരവുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഷ്ണങ്ങൾ ഉണ്ടാവാതെ നോക്കണം. പിന്നെ വേറൊരു കാര്യം, തേങ്ങ നല്ല മൂത്തതായിരിക്കണേ, ഇളയ തേങ്ങ എടുക്കരുത്. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ്. ഞാനത് അതുകൊണ്ടാണ് പറയാഞ്ഞത്, ആവശ്യമില്ല. ഞാൻ പിന്നെ വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഇതൊന്ന് നെയ്യിൽ മൂപ്പിച്ച് എടുക്കണം. ഞാനിത് പൊട്ടിച്ചിട്ടാണ് നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നത്. ചെറിയ കോക്കനട്ട് ലഡു ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. വെള്ളം വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഒന്നുകൂടെ വറ്റട്ടെ. ആ സമയത്ത് നമുക്ക് പ്ലേറ്റിലോട്ടാണ് ഈ തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൽ, അല്ലെങ്കിൽ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കും. നല്ലോണം ഒന്ന് തേച്ച് കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. തീരെ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് സിമ്മിലേക്ക് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം. ഇതാ നമ്മുടെ റംസാൻ സ്പെഷ്യൽ സ്വീറ്റ് ഡിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വിട്ട് വരും. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. സമയത്ത് ഓഫാക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക നന്നായിട്ട് പൊടിയാണ് കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കടിക്കാനായിട്ട് കിട്ടും. നമുക്ക് നെയ്യ് തേച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് എടുത്തിടാം.
ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത്ര എളുപ്പത്തിലാണ് ആയതല്ലേ. ആദ്യമേ നിരത്തി വെക്കണ്ട, കാരണം ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ കട്ടിയാവും. കയ്യിൽ നെയ്യ് നന്നായിട്ടൊന്ന് തടവി കൊടുക്കണം. തേങ്ങാക്കൂട്ടെടുക്കാം, കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടാം. ചൂടുണ്ട്, ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അതുപോലെ അടുത്ത ഉരുളയെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കൈ പൊള്ളാതെ. നല്ല ചൂടുണ്ട് ഇത്. അടുത്ത ഉണ്ട ഉരുട്ടിയിട്ടുണ്ട്. തണുക്കുമ്പോൾ കുറച്ച് ഉറപ്പ് വരും, അതുകൊണ്ട് ഒരുപാട് തണുക്കാൻ വെയിറ്റ് ചെയ്യരുത്. ചൂടോട് കൂടി തന്നെ ഉരുട്ടണം. ഒരുപാടങ്ങ് ചൂടൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് ഞാനിത് കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് ആ പോർഷൻ എടുത്തിട്ട് ഉരുട്ടുന്നത്. ഇത് മുഴുവനും ഞാൻ ഉരുട്ടി വെക്കട്ടെ. ഇതപ്പം കോക്കനട്ട് ബോളിൽ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാൻ വേണമെങ്കിൽ കൂട്ടാം. ഇതിപ്പം മധുരം കറക്റ്റാണ്. നമുക്ക് 1.25 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ ശർക്കര ഇടാം. ഇതാണ് നമ്മുടെ റംസാൻ സ്പെഷ്യൽ കോക്കനട്ട് ബോൾ അല്ലെങ്കിൽ കോക്കനട്ട് ലഡു. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. വളരെയധികം എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് ഉരുട്ടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് തണുത്ത് പോകാൻ നിൽക്കരുത്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കണം. ഇത് ഏകദേശം 35 എണ്ണം ഉണ്ട്. ഇത്രയും അളവുകൊണ്ട് നമുക്ക് 35 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. B for ball. C for coconut. C for coconut. Coconut.